ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ചാക്യാർ കൂത്തിന്റെ കുലപതി എന്നാണ്. അദ്ദേഹത്തിന് ലഭിക്കാത്ത പുരസ്കാരങ്ങളില്ല, അദ്ദേഹം പോയിട്ടില്ലാത്ത വേദികളില്ല. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റേജസ്, അങ്ങനെ എത്രത്തോളം സ്റ്റേജസിൽ 10,000 സ്റ്റേജസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. 10,000 വേദികൾ എന്ന് പറയുമ്പോ എത്ര വർഷമായി രാജൻ സാർ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ട്? ഞാനൊരു 10ാം ക്ലാസ് മുതൽ അരങ്ങത്ത് വരികയാണ്. യുവജനോത്സവത്തിലൂടെയാണ് വന്നത്. അതെ അതെ. അരങ്ങത്തോട്ടപ്പോ എങ്ങനെ ഒരു 10, 35, 40 വർഷം എന്ന് ഏകദേശം പറയാം അല്ലെ? പോരെങ്കിലേ ഉള്ളൂ. ഹാസ്യം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു കലാരൂപങ്ങളുടെ പേരന്വേഷിച്ച് ചെന്നാൽ അത് ചാക്യാർ കൂത്തിലേക്കും ഓട്ടൻതുള്ളലിലേക്കും ഒക്കെയാണ് എത്തിച്ചേരുക. അത് ഒരു കാലഘട്ടം മുഴുവൻ ഇപ്പോഴും എല്ലാം ഒരുപാട് ആരാധകരുള്ള പ്രേക്ഷകരുള്ള ഒരു കലാരൂപമായി തുടരുന്നു. ഇതിലെല്ലാം ഗംഭീരമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ലോകമെമ്പാടും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം പോവുകയും പെർഫോം ചെയ്യുകയും. എനിക്ക് അറിയുന്നത് രാജൻ സാർ അതിൽ PhD എടുത്തിട്ടുണ്ടെന്നുള്ളതല്ലേ? തീർച്ചയായും. അതെ, PhD എന്തിലായിരുന്നു? ഹാസ്യരസത്തിന്റെ അഭിനയം കൂത്തിലും കൂടിയാട്ടത്തിലും എന്ന വിഷയത്തിലാണ് PhD. മറ്റ് പുരസ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു രാജേട്ട കിട്ടിയിട്ടുള്ളത്? മഹാഭാരതത്തിലെ കർണനെ ചാക്യാർ കൂത്തിലൂടെ അവതരിപ്പിച്ച് ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നിന്ന് ചാക്യാർ കൂത്തിലെ കർണൻ എന്നൊരു പുരസ്കാരം, ഭൂതവിദൂഷരത്നം, മാധവജി പുരസ്കാരം, ഗുരുവായൂരപ്പൻ മെഡൽ, ഹൈദരാബാദ് മൈത്രി അവാർഡ്, നാട്യശ്രീ പുരസ്കാരം, ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പന്റെ മെഡൽ, അങ്ങനെ ഒട്ടനവധി ഒരുപാട് പുരസ്കാരങ്ങൾ. എൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് ചാക്യാർ കൂത്താണ്. അപ്പം നമ്മൾ എന്ത് കണ്ടാലും അതിനെ എങ്ങനെ ചാക്യാർ കൂത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഫ്രെയിം ഓൾറെഡി ഓക്കെയാണ് ചാക്യാർ കൂത്തിൻ്റെ. ഈ കൂത്തിനെ പറ്റി പറയുമ്പോൾ പറയും, ചാക്യാർ ഇങ്ങനെ നടക്കണ കണ്ടാൽ പർവ്വതമാണോ അതോ ചാക്യാരാണോ വരണേ സംശയം തോന്നുക. കാരണം വഴിയിൽ എന്ത് കണ്ടാലും അതൊക്കെ പെറുക്കി ബാഗിലിടും. അതുപോലെ ചാക്യാർ മനോഹരമായ എന്ത് വിഷയം കണ്ടാലും അതിനെ മുഴുവൻ തൻ്റെ കൂത്തിലൂടെ എങ്ങനെ പെർഫോം ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഭാസന്റെ ഊരുഭംഗം നാടകം. അത് ഹാസ്യരസപ്രധാനമാണ് കൂത്ത് എന്ന ആളുകൾക്ക് ധാരണ നിലനിൽക്കെ കേരളത്തിന്റെ ഏറ്റവും ഗംഭീരമായ ഒരു ദുരന്ത നാടകം, ഭാരതത്തിന്റെ ദുരന്ത നാടക സങ്കല്പം, അതാണ് കൂത്തിലൂടെ ഊരുഭംഗത്തിലെ ദുര്യോധന്റെ മരണരംഗം. അതുപോലെ അതെ, കർണൻ, രാധാമാധവം, ശ്രീശങ്കര ചരിതം, സ്വാമി വിവേകാനന്ദൻ, അങ്ങനെ ഒരുപാട് കഥകളെ കൂത്തിന്റെ ആ ഒരു ക്യാൻവാസിലേക്ക് നോവലും ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് ആ വീല് പൊക്കുന്ന സമയത്ത് മറ്റേ അമ്പ ചെയ്യുന്നതും, കൃഷ്ണൻ മറ്റേ ഇത് ചോദിച്ചു മറ്റേ വസ്ത്രം ഇത് എടുത്ത് കൊടുക്കുന്നതും, അതൊക്കെ ചാക്യാർ കൂത്തിൽ കൂടെ കാണുകയാണ്. ഭയങ്കര രസമായിരിക്കും. അത് കോമഡി അല്ല, അല്ല, അതൊരു പ്രത്യേക സംഭവമാണ്. കാരണം രാജേട്ടന്റെ ശിഷ്യ സമ്പത്തിനെ കുറിച്ച് പറയാതെ നമുക്ക് രാജേട്ടന്റെ കഥകൾ പറഞ്ഞു തീർക്കാൻ പറ്റൂല. കാരണം എത്രയോ ശിഷ്യന്മാർ, അത് കൂത്തിലും കൂടിയാട്ടത്തിലും മാത്രമല്ല, അവരൊക്കെ പിന്നീട് മിമിക്രി ആയിട്ടും സിനിമാക്കാരായും സീരിയൽ നടന്മാരും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള ഒരുപാട് അഭിനേതാക്കള്. അവരുടെ ഗുരു ആരാണെന്ന് ചോദിക്കുമ്പം രാജൻ സാറിന്റെ പേരാണ് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം അത്തരത്തിലുള്ള അധ്യയന പരിപാടികളൊക്കെ ഉണ്ടോ? ക്ലാസ്സുകളുണ്ട്, അത്യാവശ്യം ക്ലാസ്സുകളുണ്ട്. എന്റെ ഏറ്റവും ആദ്യത്തെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. കാരണം നമ്മളിത് റെക്കോർഡ് ചെയ്ത് കേൾക്കും, കാണും. അപ്പോൾ ഒന്നും എനിക്ക് ഒരു സംതൃപ്തി തോന്നില്ല. പോരാ, ശരിയാവണില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും മോശമായ സ്റ്റുഡൻറ്റും ഏറ്റവും നല്ല സ്റ്റുഡൻറ്റും ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നീട് കുഴപ്പമില്ല എന്ന് തോന്നാറുണ്ട്. അപ്പോൾ എനിക്കുള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ, ഒരിക്കൽ നമ്മുടെ സാഹിത്യ അക്കാദമിയിൽ മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി പ്രോഗ്രാം ചെയ്തു. അതിൽ ദുര്യോധനൻ ബ്ലീഡ് ചെയ്ത് മരിക്കുന്ന രംഗം ആ കഥ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, 1 മിനിറ്റ് ഇവിടെ ഇരിക്കുമോ. പ്രോഗ്രാം കഴിഞ്ഞു. നമ്മളവിടെ കസേരയിലിരിക്കുന്നു. ഒരു ഡോക്ടറിങ്ങനെ കയറി വന്നു. അവരുടെ കമൻസ് ഒക്കെ പറയാനുള്ള അവസരം. അപ്പം അദ്ദേഹം ഓർത്തോയുടെ മെയിൻ ഡോക്ടറാണ്. അദ്ദേഹം അത് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നെങ്കിൽ ദുര്യോധനം മരിക്കില്ലായിരുന്നു, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതിനൊരു കരച്ചിലാണ്. കാരണം സർ, നമുക്ക് വേണ്ടി ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കില്ലേ? ഇതിപ്പോ ഒരു ചിരിയുടെ ഉത്സവത്തിന്റെ അരങ്ങാണല്ലോ. ഉത്സവത്തിന്റെ അരങ്ങെന്ന് പറയുമ്പോൾ കൂത്തില് നിരവധി ഉത്സവങ്ങളുണ്ട്. പാഞ്ചാലി സ്വയംവരം. അപ്പൊ ആ ഉത്സവ രംഗം വളരെ മനോഹരമാണ്. ആ ചെറിയൊരു ഭാഗം അതിനു വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കാം. ഒരു ഭാഗത്ത് പാഞ്ചാലി സ്വയംവരത്തിന്റെ ഒരു ഭാഗത്ത് ഗംഭീരായിട്ടുള്ള മേളം, മദ്ദള കാഹളാദി നിനദക്വാബി, തെണ്ട, മദ്ദള, മെടക്ക, തിമല, വാദ്യക്കാരൊക്കെ അങ്ങനെ നിരയായിട്ട് നിന്ന് ഗംഭീരായിട്ടുള്ള മേളം ഇങ്ങനെയാ കേൾക്കാറുണ്ടോ? ഇങ്ങനെയാ ഈ ആനപ്പിണ്ടം മാത്രം കണ്ട് നടന്നാ പോരാ. മേളം പോലെ ഇത്രയും ആസ്വാദ്യകരായിട്ടൊരു വിഷയമില്ല. മേളക്കാര് വർത്തമാനം പറയാൻ കൂടി മേളത്തിന്റെ ഇടയിൽ കൂടെ കഴിയും. ചില്ലം ചില്ലറ 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 തരാം 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 ഇങ്ങനെ ഒരു ഭാഗത്ത് മേളം,
വേറൊരു ഭാഗത്ത് യോഷിതാം ഗീതം, സുന്ദരിമാരുടെ സംഗീതം. ഇപ്പൊ സുന്ദരിമാരെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ അല്ലേ നാടകയോ ഭൂതനയോ ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ഉദ്ദേശിച്ചതല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അതുകൊണ്ട് സുന്ദരിമാരുടെ സംഗീതം ഇങ്ങനെ ആകുമ്പോൾ ആളുകൾ അനവധി ഉണ്ടാവും കാണാൻ. ഇപ്പം ഞാനായതുകൊണ്ടാണ് ഇവിടെ ആള് കുറഞ്ഞത്. എൻ്റെ സ്ഥാനത്ത് ഒരു സുന്ദരി കുട്ടിയാണെങ്കിൽ ആ നിൽക്കണ വഷളന്മാരൊക്കെ ഇവിടെ വന്നിരുന്നേനെ. ഇങ്ങനെ ഒരു ഭാഗത്ത് സംഗീതം, ഒരാൾ വീണ വായിക്കേണ്ട, മറ്റേ ആൾ മൃദംഗം. എങ്ങനെയാ വീണ മീട്ടുവോ എന്ന് കേട്ടാൽ തന്നെ പേടിയാ. പറഞ്ഞവർക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരാ പിന്നെ പെടുക. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് സദ്യയുടെ വട്ടം ഗംഭീരയുടെ എന്തൊക്കെ വിഭവങ്ങളാ. പപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓലൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി, കിച്ചടി, കിട്ടി, പാൽപ്പായസം, അഞ്ചാറ് പായസം, പഴപ്രഥമൻ, അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടുംപായസം, സർക്കാപ്പായസം, പാൽപ്പായസം. പായെന്ന് വെള്ളം ഇങ്ങനെ വരണ കാണാം. ആ ഇല ഇങ്ങനെ ഇട്ട് വലിയ കൊട്ട ചോറ് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇല പിടിക്കുവോ എൻ്റെ മുഖത്തേക്കല്ല, ഇലയിലേക്ക് നോക്കൂ, ഒരു കുലക്കല അങ്ങോട്ട് വീഴുക മതി, അങ്ങോട്ട് ചെല്ലട്ടെ. ഇങ്ങനെ വേണം ചോറ് വിളമ്പാൻ. സ്ത്രീകളൊക്കെ കണ്ടുപിടിച്ചോളൂ. ഇതൊക്കെ ഭവനത്തിൽ ഉണ്ണാൻ ചെന്നാൽ ശിവ 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 ഇങ്ങനെയാണ് കൂത്തു പോവുക. സൂപ്പർ, അയ്യോ ഗംഭീരം, രക്ഷയില്ല സർ. അപ്പോൾ സർ ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുന്നു ഞങ്ങളുടെ ഈ വേദിയിലെത്തി പെർഫോം ചെയ്തതിലും ഇവിടെ വന്നതിലും ഒക്കെ. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം അങ്ങേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്. അദ്ദേഹത്തിന് അത് കൈമാറുവാനായിട്ട് ഞാൻ രഘു ചേട്ടനെയും രമേശ് ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ശ്രീ ഇടനാട് രാജൻ നമ്പ്യാർ, ഒരുപാട് അംഗീകാരങ്ങൾ, 10,000-ഓളം വേദികൾ, 10ാം തരം മുതൽ ദാ ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ ഈ വേദിയിൽ ഉൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്നവരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ചിരിപ്പിക്കുന്നു, തന്റെ പ്രതിഭ അവതരിപ്പിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തുന്നു. അത്തരത്തിലൊരു കലാകാരൻ. കേരളത്തിലെ മലയാളികളുടെ ചിരിയുടെ തുടക്കത്തിന്റെ പണ്ടൊരിക്കൽ എന്ന് പറഞ്ഞ് ചെന്നാൽ നമ്മൾ എത്തുന്ന ആ ചാക്യാർ കൂത്തിൽ നിന്നും ഓട്ടംതുള്ളലിൽ നിന്നുമെല്ലാം കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒരുപാട് പുതിയ പ്രതിഭകൾ അവിടെ വന്നിട്ടും എല്ലാം ആ മേഖലയിൽ അജയ്യനായി തന്റെ സ്ഥാനത്തിന് ഒരു ചലനവും സംഭവിക്കാതെ ചാക്യാർ കൂത്തും ഓട്ടംതുള്ളലും എല്ലാം എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും പുതിയ തലമുറയ്ക്ക് വരെ മനസ്സിലാകുന്ന ഭാഷയിൽ പരിവർത്തനം ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച് സധൈര്യം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജൻ സാറിൻ്റെ സാന്നിധ്യം തന്നെ ഫൺസ് അപ്പോൺ എ ടൈമിന് ഒരു അനുഗ്രഹമാണ്. വന്നതിന് വലിയ നന്ദി, വളരെ സന്തോഷം. അങ്ങയെ ആദരിക്കുക വഴി ഈ പരിപാടി ആദരിക്കപ്പെടുന്നു എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ആദരവ്.